ഹലോ, ഇപ്പോൾ സമയം പുലർച്ചെ 2 മണി. പുലർച്ചെ 2 മണിക്ക് ഞാൻ എന്താ പരിപാടി എന്നായിരിക്കും നിങ്ങളൊക്കെ വിചാരിക്കുന്നത്. ചേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചേട്ടന് പുലർച്ചെ 3 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അതിനുവേണ്ടി ഞാൻ പാക്കറ്റ് ചപ്പാത്തി ചൂടാക്കി, അത് കഴിഞ്ഞ് ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു ഉച്ചക്ക് ഉണ്ടാക്കിയത്, അതുകൂടി ഞാൻ ചീൻചട്ടിയിൽ ഒഴിച്ച് ചൂടാക്കി കൊടുക്കുകയാണ്. ചേട്ടൻ എന്നും 3 മണിക്ക് പോകും കേട്ടോ. ആ സമയത്തൊന്നും എനിക്ക് ഡ്യൂട്ടിയുള്ള ടൈമിലൊന്നും ഞാൻ എണീക്കാറേ ഇല്ല. കാരണം ചേട്ടൻ പോയി കഴിഞ്ഞ് ബാക്ക് 5 മണിക്കാണ് ഞാൻ എണീക്കാറ്. ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ലീവായി വീട്ടിലിരിക്കുന്നത് കൊണ്ടാണ് ഈ പുലർച്ചക്കത്തെ വീഡിയോ നിങ്ങൾ ഇന്ന് കാണുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ തലേ ദിവസം രാത്രിയാണ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക, പാക്ക് ചെയ്ത് വെച്ച് കൊടുക്കും. ചേട്ടൻ അതെടുത്ത് പോവുകയാണ് ചെയ്യുക. പിന്നെ ചേട്ടനുള്ള കട്ടൻ ചായയും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പം മോള് പറഞ്ഞ് മോൾക്കും വേണമെന്ന്, അങ്ങനെ അവൾക്ക് കൂടി ഒരു ഗ്ലാസ് എടുത്ത് വെച്ച്. പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട്, ഞങ്ങൾ അച്ചപ്പം എന്ന് പറയും, ചിലർ കൊയലപ്പം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതും എടുത്ത് വെച്ചു. അത് അവർ കഴിക്കുന്ന ടൈമിന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കറി ചൂടാറിയിരുന്നു, അതും ഇതാ പാക്ക് ചെയ്തെടുക്കുന്നു. ചേട്ടൻ അങ്ങനെ പുറത്തുനിന്നൊന്നും ഫുഡൊന്നും കഴിക്കാറൊന്നുമില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് പുള്ളിക്ക് ഇഷ്ടം. സാമ്പാറൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ കരുതും അപ്പം ലഞ്ച് കൊണ്ടുപോകുന്നില്ലേ? 4 മണിയാകുമ്പോൾക്ക് ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരും കേട്ടോ, വൈകിട്ട്. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നിട്ടാണ് പിന്നീട് ലഞ്ചൊക്കെ കഴിക്കുക. അപ്പോൾ ലഞ്ച് വേണ്ട ആവശ്യമില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. പിന്നെ ഡ്യൂട്ടിയുടെ ഇടയിൽ എന്തെങ്കിലും ഒരു വിശപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കപ്പ് കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുന്നല്ലാതെ ഹോട്ടലിനെ പുള്ളി അങ്ങനെ ആശ്രയിക്കാറില്ല. പിന്നെ ഫാമിലി ഇവിടെ ഉള്ളത് കൊണ്ട് കൂടുതലും ഹോം മെയ്ഡ് ഫുഡാണ് പുള്ളിക്ക് ഇഷ്ടവും. ഇനി അതൊക്കെ നല്ല വൃത്തിയിൽ ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ വെക്കേഷൻ ആയതുകൊണ്ട് ഞാനും മോളും ഒക്കെ ഈ സമയത്തൊന്നും ഉറങ്ങാറേ ഇല്ല. ചേട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നല്ലോണം ഉറങ്ങാറ് കേട്ടോ. ഈ ടൈമിലൊക്കെ അവളും ഉണർന്നിരിക്കും, ഞാനും ഉണർന്നിരിക്കും. മിക്ക ദിവസങ്ങളും ഇപ്പം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇനിയൊക്കെ ഒന്ന് റെഡി ആവണമെങ്കിൽ ഞങ്ങൾ സ്കൂൾ ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞിതാ ചേട്ടൻ പോകാൻ പോവാണ്. ചേട്ടൻ്റെ വാൾപേപ്പർ കണ്ടോ നിങ്ങൾ? ഞാനും മോളുമാണ് കേട്ടോ അത് കഴിഞ്ഞ് ചേട്ടന് ടാറ്റ കൊടുത്ത് ഞങ്ങൾ ഡോർ അടിച്ച് കിടന്നു കേട്ടോ. ബായ്.